ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ കിങ്ഡം മോണിയറ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെക്കുറിച്ച് പഠിച്ചു. അതിൽ പ്രധാനമായിട്ട് വരുന്ന മെമ്പേഴ്സായിട്ടുള്ള ബാക്ടീരിയങ്ങളെക്കുറിച്ച്, ബാക്ടീരിയങ്ങളുടെ ഹിസ്റ്ററിയെക്കുറിച്ച്, അതിനെ എങ്ങനെയാണ് എവിടെയാണ് അതിനെ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. മാത്രമല്ല അതിൻ്റെ ക്ലാസിഫിക്കേഷനെക്കുറിച്ചും ബാക്ടീരിയങ്ങളുടെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസിനെ കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു. ബേസ്ഡ് ഓൺ ദ ഷേപ്പ്, ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 മെയിൻ കാറ്റഗറീസ്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലജെല്ലം, ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 മെയിൻ കാറ്റഗറീസ്. ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ചില പ്രത്യേക ടൈപ്പ് അല്ലെങ്കിൽ ചില പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട് വരുന്ന ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയകളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലാദ്യം നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. സോ എന്താണ് ആർക്കി ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു കിങ്ഡം മൊണിറ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ Archaebacteria are specialized bacteria which found in some of the most harsh habitats. അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ ചില പ്രത്യേകമായിട്ടുള്ള ഹാർഷ് എൻവിയോൺമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നോർമലി ഓർഗാനിസംസിന് സർവൈവ് ചെയ്യാൻ കഴിയാത്ത, അതായത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ സർവൈവൽ ഓഫ് ഓർഗാനിസംസ്. സാധാരണഗതിയിൽ ഓർഗാനിസംസിന് സർവൈവ് ചെയ്യാൻ കഴിയാത്ത ഹാർഷ് എൻവിയോൺമെൻറ്റ്സിൽ, അതായത് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന, സാധാരണ ഓർഗാനിസംസിന് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന ചില പ്രത്യേകമായിട്ടുള്ള ബാക്ടീരിയകൾ, അവയാണ് നമ്മൾ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദ ബാക്ടീരിയ വിച്ച് ഫൗണ്ട് ഇൻ സം ഓഫ് ദ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ് ആൻഡ് സച്ച് ബാക്ടീരിയ ആർ കോൾഡ് ആർക്കി ബാക്ടീരിയ. മാത്രമല്ല, ദീസ് ആർക്കി ബാക്ടീരിയ ആർ കൺസിഡേർഡ് ആസ് ദ ഏൻഷ്യൻ്റ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. ഏൻഷ്യൻ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെയ്യുന്ന, വളരെ പുരാതനമായിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. Okay, so Archaebacteria are considered as ancient group of bacteria found in some of the most harsh environments or most harsh habitats. മനസ്സിലായല്ലോ? ഇനി ഈ ആർക്കി ബാക്ടീരിയങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ, ഈ ആർക്കി ബാക്ടീരിയങ്ങളുടെ സെൽ വോൾ, അതായത് കോശഭിത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതായത് അവിടെ പ്രധാനമായിട്ടും ദ സെൽ വോൾ ഇറ്റ് കമ്പോസ്ഡ് ഓഫ് പോളിസാക്കറൈഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഇതിൻ്റെ സെൽ വോൾ കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് പോളിസാക്കറൈഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. പോളിസാക്കറൈഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് ഇതിൻ്റെ സെൽ വോൾ കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ദ പ്ലാസ്മ മെംബ്രെയിൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിപ്പിഡ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് ഈ ആർക്കി ബാക്ടീരിയങ്ങളുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ചില പ്രത്യേകമായിട്ടുള്ള ലിപ്പിഡ്സ് കാണപ്പെടുന്നുണ്ട്. ആ ലിപ്പിഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഹാർഷ് ഹാബിറ്റാറ്റ്സിനെ സർവൈവ് ചെയ്യാൻ കഴിയുന്നത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ആർക്കി ബാക്ടീരിയ ദ ഏൻഷ്യൻ്റ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ വിച്ച് ഫൗണ്ട് ഇൻ സം ഓഫ് ദ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ് ഓർ ഹാർഷ് എൻവിയോൺമെൻറ്റ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ആർക്കി ബാക്ടീരിയയുടെ സെൽ വോൾ കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള പോളിസാക്കറൈഡ് പ്ലസ് പ്രോട്ടീൻസ്. മാത്രമല്ല, ദ പ്ലാസ്മ മെംബ്രെയിൻ ഇറ്റ് കണ്ടെയ്ൻസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിപ്പിഡ് ദറ്റ് ഹെൽപ്സ് ടു ഓവർകം ദ ഹാർഷ് എൻവിയോൺമെൻറ്റ്സ് ഓർ ഹാർഷ് ഹാബിറ്റാറ്റ്സ്. ഓക്കെ, ഇനി ഈ ആർക്കി ബാക്ടീരിയങ്ങൾ പലതരത്തിൽ പല ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നുണ്ട്. അതിലാദ്യത്തേതെന്ന് പറയുന്നത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആർക്കി ബാക്ടീരിയ ദറ്റ് ഈസ് ഹാലോഫൈൽസ്. HALOPHILES, ഹാലോഫൈൽസ് എന്നാണ്. ഹാലോഫൈൽസ് എന്താണ് ഹാലോഫൈൽസ് എന്ന് വെച്ചാൽ, ഹാലോഫൈൽസ് ആർ ദ ആർക്കി ബാക്ടീരിയ ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈനിറ്റി അല്ലെങ്കിൽ സോൾട്ടി കണ്ടീഷൻസ്. അതായത് ലവണത്വം കൂടുതലുള്ള ഉപ്പിൻ്റെ അംശം അധികമായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉള്ള ബാക്ടീരിയങ്ങൾക്ക്, ആർക്കി ബാക്ടീരിയങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോഫൈൽസ്. അപ്പോൾ ഒരു മാർക്ക് ക്വസ്റ്റ്യനാണ് ദ ഡിഫൈൻ ഹാലോഫൈൽസ്. എന്താണ്? ഹാലോഫൈൽസ് ആർ ദ ആർക്കി ബാക്ടീരിയ ഫൗണ്ട് ഇൻ എക്സ്ട്രീം സോൾട്ടി കണ്ടീഷൻസ് ഓർ സലൈനിറ്റി. ഉയർന്ന ലവണാംശത്തിൽ കാണപ്പെടുന്ന, കാരണം അത് സാധാരണ ഓർഗാനിസംസിന് സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടീഷനല്ല, ഒരു ഹാർഷ് എൻവിയോൺമെൻ്റ് ആണ്, അല്ലേ? അപ്പം അങ്ങനെയുള്ള എക്സ്ട്രീം സലൈനിറ്റി അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻസിൽ കാണപ്പെടുന്ന ടൈപ്പ് ആർക്കി ബാക്ടീരിയങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ഹാലോഫൈൽസ്. മനസ്സിലായല്ലോ? ദേ ആർ ഓൾസോ കോൾഡ് സാൾട്ട് ലവിങ് ആർക്കി ബാക്ടീരിയ. ഇപ്പം നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, സാൾട്ട് ലവിങ് ആർക്കി ബാക്ടീരിയ എന്നും പറയാറുണ്ട്. അപ്പോൾ ആർക്കി ബാക്ടീരിയയിൽ ഒന്നാമത്തെ കാറ്റഗറി ഏതാണ്? ദ ഫസ്റ്റ് കാറ്റഗറി ദറ്റ് ഈസ് ഹാലോഫൈൽസ്. എന്താണ് ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ?
Halophiles are the archaebacteria found in strong salt conditions or salt solutions, and they are also called salt loving archaebacteria. ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആർക്കിബാക്ടീരിയങ്ങൾ നമ്മൾ പറയുന്നത് തെർമോ അസിഡോഫൈൽസ് എന്നാണ്. തെർമോ അസിഡോഫൈൽസ്. എന്താണ് തെർമോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? തെർമോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്നാണ് അല്ലേ. തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ തെർമോ അസിഡോഫൈൽസ് ആർ ദ ആർക്കിബാക്ടീരിയ ഫൗണ്ട് ഇൻ ഹോട്ട് കണ്ടീഷൻസ് ഓർ ഹോട്ട് സൾഫർ സ്പ്രിങ്സ്. ശരിക്കും നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഹോട്ട് കണ്ടീഷൻസിൽ ഉയർന്ന ടെമ്പറേച്ചറിൽ കാണപ്പെടുന്ന, ഉയർന്ന ഊഷ്മാവിൽ കാണപ്പെടുന്നവയാണ് എന്തെന്ന് പറയുന്നത് തെർമോ അസിഡോഫൈൽസ് അല്ലെങ്കിൽ ഹോട്ട് സൾഫർ സ്പ്രിങ്സ്. അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഈ തെർമോ അസിഡോഫൈൽസിന് ദേ ക്യാൻ ലിവ് അറ്റ് എ ടെമ്പറേച്ചർ അറൗണ്ട് 80 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസ് വരെ അതിജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസിൽ കാണപ്പെടുന്ന തെർമോ അസിഡോഫൈൽസ് അല്ലെങ്കിൽ ആർക്കിബാക്ടീരിയങ്ങളുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് ലിവിങ് ഇൻ ഹോട്ട് സൾഫർ സ്പ്രിങ്സ് എന്ന് പറയുന്നു ചോദിച്ചാൽ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ഓക്സിഡൈസ് സൾഫർ ടു സൾഫ്യൂറിക് ആസിഡ് ഡ്യൂറിങ് എയ്റോബിക് കണ്ടീഷൻ. എയ്റോബിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രസൻസിൽ സൾഫറിനെ സൾഫ്യൂറിക് ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യാനും, അതേപോലെ തന്നെ അനൈറോബിക് കണ്ടീഷൻസിൽ ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ദേ ഹാവ് ദ എബിലിറ്റി ടു റെഡ്യൂസ് സൾഫർ ടു ഹൈഡ്രജൻ സൾഫൈഡ്. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എയ്റോബിക് കണ്ടീഷൻസിൽ സൾഫറിനെ സൾഫ്യൂറിക് ആസിഡായിട്ട്, അതായത് ഓക്സിജൻ്റെ പ്രസൻസിൽ സൾഫറിനെ സൾഫ്യൂറിക് ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യാനും, ഓക്സിജൻ്റെ ആബ്സെൻസിൽ എന്താണ് ഈ പറയുന്ന തെർമോ അസിഡോഫൈൽസിന് ദേ ക്യാൻ റെഡ്യൂസ് സൾഫർ ടു ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്സിജൻ്റെ പ്രസൻസിൽ സൾഫറിനെ ഓക്സിഡൈസ് ചെയ്ത് സൾഫ്യൂറിക് ആസിഡ് ആക്കുകയും ഓക്സിജൻ്റെ ആബ്സെൻസിൽ സൾഫറിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ ഹോട്ട് സൾഫർ സ്പ്രിങ്സിൽ കാണപ്പെടുന്ന ആർക്കിബാക്ടീരിയങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോ അസിഡോഫൈൽസ്, ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ടെമ്പറേച്ചർ ആൻഡ് ആസിഡ് ലവിങ് ആർക്കിബാക്ടീരിയ. ഇതിനെ ആ ഒരു പേര് പോലെ തന്നെ നമ്മൾ അതിനെ പറയുന്നുണ്ട്, ടെമ്പറേച്ചർ ആൻഡ് ആസിഡ് ലവിങ് ആർക്കിബാക്ടീരിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തേത് തെർമോ അസിഡോഫൈൽസ്. എന്താണ്? Thermo acidophils are the archaebacteria found in hot sulfur springs, and they have the ability to survive around 80 degrees Celsius. ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിനെ വരെ ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല ഡ്യൂറിങ് എയ്റോബിക് കണ്ടീഷൻ, അത് ശ്രദ്ധിച്ചോണം, ഡ്യൂറിങ് എയ്റോബിക് കണ്ടീഷൻസ് ദേ ഓക്സിഡൈസ് സൾഫർ ടു സൾഫ്യൂറിക് ആസിഡ്, ആൻഡ് ഇൻ അനൈറോബിക് കണ്ടീഷൻസ് ദേ റെഡ്യൂസ് സൾഫർ ടു ഹൈഡ്രജൻ സൾഫൈഡ്. എയ്റോബിക് കണ്ടീഷൻസിൽ സൾഫറിനെ സൾഫ്യൂറിക് ആസിഡായിട്ടും അനൈറോബിക് കണ്ടീഷൻസിൽ സൾഫറിനെ ഹൈഡ്രജൻ സൾഫൈഡായിട്ടും റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ പറയുന്ന തെർമോ അസിഡോഫൈൽസിനുണ്ട്. മാത്രമല്ല ദീസ് തെർമോ അസിഡോഫൈൽസ് ആർ ഓൾസോ കോൾഡ് ടെമ്പറേച്ചർ ആസിഡ് ലവിങ് ബാക്ടീരിയ. അപ്പോൾ ഇതാണ് രണ്ടാമത്തേത് തെർമോ അസിഡോഫൈൽസ്. അപ്പോൾ രണ്ടെണ്ണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആർക്കിബാക്ടീരിയ എന്ന് പറയുന്ന ഹാലോഫൈൽസ്, രണ്ടാമത് നമ്മൾ പറഞ്ഞത് തെർമോ അസിഡോഫൈൽസ്. ഇത് രണ്ടെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തേത് ഒരു കാറ്റഗറി കൂടെ ഉണ്ട്, അതായത് മെത്തനോജൻസ് എന്ന് പറയും. METHANOGENS, മെത്തനോജൻസ്. ഈ മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ മെത്തനോജൻസ് ആർ ദ ആർക്കിബാക്ടീരിയയെ ദ ഫൗണ്ട് ഇൻ മാർഷി എൻവിയോൺമെൻറ്റ്സ്. മാർഷി എന്ന് പറഞ്ഞാൽ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് മെത്തനോജൻസ് എന്ന് പറയുന്നത്. So methanogens are the archaebacteria they found in marshy places, marshy environments. മനസ്സിലായല്ലോ. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ മെത്തനോജൻസ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് മീഥൈൻ. ഇതിനെന്തിനുള്ള കഴിവുണ്ട്? മീഥൈൻ പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് മെത്തനോജൻ എന്ന് പറയുന്നത്. ദേ പ്രൊഡ്യൂസ് മീഥൈൻ. അപ്പോൾ ഇതിന് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല ഈ മെത്തനോജൻസ് സാധാരണ മാർഷി പ്ലേസസിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. കൂടാതെ ഇത് കാണപ്പെടുന്നത് ചില കാറ്റിൽസ്, കന്നുകാലികളുടെ ഇൻറ്റസ്റ്റൈൻ, അതായത് പ്രധാനമായിട്ട് റൂമൻ എന്ന് പറയുന്ന ആമാശയത്തിലെ പ്രധാനപ്പെട്ട അറയായ റൂമനിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. കാരണം ഈ പറയുന്ന റോമനിൽ ഇത് കാണപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനമായിട്ടും എൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ദ സെല്ലുലോസ്. കാരണം സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റൻസ് ആണ് സെല്ലുലോസ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഈ പറയുന്ന കാറ്റിൽസ് പ്ലാന്റ്സിനെ ആഹാരമാക്കിയിട്ട് നേരെ അതിൻ്റെ ഇൻഡസ്ട്രിയൽ റീജിയനിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് ഈ ബാക്ടീരിയൽ പ്രസൻസിൽ അതിൻ്റെ സെല്ലുലോസിനെ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും.
ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ ബാക്ടീരിയകൾ ഇതിൻ്റെ ഡങ്, അതായത് കന്നുകാലികളുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റായ ഡങ്, ചാണകത്തിലൂടെ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ബയോഗ്യാസ്, മെത്തനോജൻ, മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബയോഗ്യാസ് ആയിട്ട്, ചാണകത്തിൽ നിന്ന് ഗോബർ ഗ്യാസ് എന്ന് പറയുന്ന രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ കുറിച്ച്. ഇത് ഇങ്ങനൊരു കണക്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ മൂന്നാമത് നമ്മൾ പറയുന്ന മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ, മെത്തനോജൻസ് ആർ ദ ആർക്കി ബാക്ടീരിയ ദേ ഫൗണ്ട് ഇൻ മാർഷി എൻവയോൺമെൻറ്റ്സ് ആൻഡ് ഓൾസോ ദേ ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് മീഥെയിൻ. ഇതിനെ മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇതിനെ മെത്തനോജൻസ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ദേ ഓൾസോ ഫൗണ്ട് ഇൻ ദ റൂമൻ ഓഫ് കാറ്റിൽസ് ആൻഡ് ദീസ് ബാക്ടീരിയ ദേ കംസ് ഔട്ട് ത്രൂ ദ ഡങ് ഓഫ് കാറ്റിൽസ്. ഇത് എങ്ങനെ പുറത്ത് വരും? ഡങ്, കന്നുകാലികളുടെ ചാണകത്തിലൂടെ പുറത്തു വരികയും അതുകൊണ്ടാണ് അതിനെ എന്തുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുന്ന ബയോഗ്യാസ് അല്ലെങ്കിൽ ഗോബർ ഗ്യാസ് ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറയുന്ന ഒന്നാമത്തെ കാറ്റഗറി, ആർക്കി ബാക്ടീരിയ. അതായത് ഏൻഷ്യൻ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. എക്സ്ട്രീം അല്ലെങ്കിൽ ഹാർഷ് ഹാബിറ്റാറ്റ്സിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ്. ഇതിൻ്റെ സെൽ വോൾ കമ്പോസ് ചെയ്തിട്ടുള്ളത് പോളിസാക്കറൈഡ്സും പ്രോട്ടീൻസും കൊണ്ടാണ്. മാത്രമല്ല പ്ലാസ്മ മെംബ്രെയിനിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിപ്പിഡ് ഉള്ളത് കൊണ്ട് ഇതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു എക്സ്ട്രീം കണ്ടീഷൻസിനെ ഓവർകം ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിൽ നമ്മൾ 3 കാറ്റഗറി ഓഫ് ബാക്ടീരിയകളെ കുറിച്ച് പറഞ്ഞു. അതിലൊന്നാമത്തേത് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് ആണെങ്കിൽ പിന്നെ സ്ട്രോങ് സലൈനിറ്റി അല്ലെങ്കിൽ സോൾട്ട് കണ്ടീഷൻസ് കാണപ്പെടുന്ന സോൾട്ട് ലവിങ് ആർക്കി ബാക്ടീരിയ എന്ന് പറയും. രണ്ടാമത്തേത് തെർമോ അസിഡോഫൈൽസ്, ഹോട്ട് സൾഫർ സ്പ്രിങ്സിൽ കാണപ്പെടുന്ന, അവിടെ ശ്രദ്ധിക്കുക, അതായത് എയറോബിക് കണ്ടീഷൻസിലാണെങ്കിൽ സൾഫർ ടു സൾഫ്യൂരിക് ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്ന, അനൈറോബിക് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ സൾഫറിനെ റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രജൻ സൾഫൈഡായിട്ട് മാറ്റും. മാത്രമല്ല ഇതിന് പറയുന്ന ടെമ്പറേച്ചർ ആസിഡ് ലവിങ് ബാക്ടീരിയ എന്ന് പറയും. മൂന്നാമത് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ മെത്തനോജൻസ്, മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയകളായിട്ടുള്ള മെത്തനോജൻസ് മാർഷി പ്ലേസസിൽ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല ബയോഗ്യാസ് ഫോർമേഷന് സഹായിക്കും. കാരണം ഇതെവിടെയാണ് കാണുന്നത്? മാർഷി പ്ലേസസിൽ എന്നതിലുപരി കാറ്റിൽസിൻ്റെ റൂമൻ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെല്ലുലോസിൻ്റെ ബ്രേക്ക് ഡൗണിന് സഹായിക്കും. ആൻഡ് ദ കംസ് ഔട്ട് ത്രൂ ദ ഡങ് ഓഫ് കാറ്റിൽസ് ആൻഡ് ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്, ദറ്റ് മീൻസ് മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഫസ്റ്റ് കാറ്റഗറിയിൽ പഠിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ബാക്ടീരിയ, അതായത് ഈ പറയുന്ന ബാക്ടീരിയകളിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് യു ബാക്ടീരിയ, EUBACTERIA, യു ബാക്ടീരിയ എന്ന് പറയും. എന്താണ് യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മൾ പറയുന്നത് യു ബാക്ടീരിയ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയ എന്നാണ്. യു ബാക്ടീരിയ ഓർ ദ ട്രൂ ബാക്ടീരിയ എന്ന് പറയാനുള്ള കാരണം, ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ റിജിഡ് സെൽ വോൾ. അവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, വ്യക്തമായിട്ടുള്ള ഒരു സെൽ വോൾ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല ആൻഡ് എ ഫ്ലജെല്ലം ഈഫ് മോട്ടൈൽ. അത് ശ്രദ്ധിക്കുക, അതായത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സെൽ വോൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതുകൂടാതെ ആൻഡ് എ ഫ്ലജെല്ലം. ഫ്ലജെല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ലിക്വിഡ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഫ്ലജെല്ലം എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഈഫ് മോട്ടൈൽ, അതായത് മോട്ടൈലാണെങ്കിൽ, ചലിക്കാൻ കഴിയുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാ യു ബാക്ടീരിയകളും എന്തല്ല? മോട്ടൈലല്ല. അപ്പോൾ മോട്ടൈലാണെങ്കിൽ അവിടെ ഒരു ഫ്ലജെല്ലം കാണും. ഇനി ഫ്ലജെല്ലം ഇല്ലെങ്കിൽ അതെന്തെന്നാണ് മനസ്സിലാക്കേണ്ടത്? നോൺ മോട്ടൈൽ എന്നാണ്. അപ്പോൾ പോയിന്റ് നമ്പർ 1, യു ബാക്ടീരിയ ഓർ ദ ട്രൂ ബാക്ടീരിയ characterized by the presence of a rigid cell wall and a flagellum if motile. motile ആണെങ്കിൽ അവിടെ ഒരു സെൽ വോൾ കാണും. മനസ്സിലായല്ലോ? ഇനി ഇതിൽ വരുന്നത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നീലഹരിത ആൽഗകൾ, ബ്ലൂ ഗ്രീൻ ആൽഗെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന സയാനോ ബാക്ടീരിയ എന്നാണ്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ദ സയാനോ ബാക്ടീരിയ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ക്ലോറോഫിൽ എ പിഗ്മെൻറ്റ് സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന, ഹരിതസസ്യങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിഗ്മെൻ്റ് ആണെന്ന് പറയുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്നത്, അല്ലേ? ഇലകൾക്ക് പച്ചതളം കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ആ ഫോട്ടോസിന്തസിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ എ എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ എ പിഗ്മെൻറ്റിന് സിമിലർ ആയിട്ടുള്ള പിഗ്മെൻറ്റ് ഈ സയാനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, നീലഹരിത ആൽഗകളിലും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് photosynthetically autotrophic bacteria because they have the ability to synthesize their own food materials. അതിനെ സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് പിഗ്മെൻറ്റ് ക്ലോറോഫിൽ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. നമ്മൾ സാധാരണ പറയുന്ന പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ പിഗ്മെൻറ്റിന് സമാനമായിട്ടുള്ള പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് ഫോട്ടോസിന്തറ്റിക്കലി ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്നാണ്. ദേ ഹാവ് ദ എബിലിറ്റി ടു സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ്. ഓക്കെ, ഇനി ഈ സയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത്
ഇത് തന്നെ പല രീതിയിൽ, അതായത് ദേ മേ ബി യൂണിസെല്ലുലാർ, ഏകകോശങ്ങളായിട്ട് കാണപ്പെടുന്നതുണ്ട്, കൊളോണിയലായിട്ട് കാണപ്പെടുന്നതുണ്ട്, ഫിലമെൻ്റസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ വെള്ളത്തിൽ കാണപ്പെടുന്നതുണ്ട്, മറൈൻ, അതിൽ തന്നെ ഫ്രഷ് വാട്ടറും ഉണ്ട്, മറൈനും ഉണ്ട്, ശുദ്ധജലത്തിൽ കാണപ്പെടുന്നതും കടൽ വെള്ളത്തിൽ കാണപ്പെടുന്നതുണ്ട്, അതുപോലെ തന്നെ ചിലത് ടെറസ്ട്രിയൽ ഫോംസ് ആണ്, കരയിൽ കാണപ്പെടുന്നതുണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് ബാക്ടീരിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള തരത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ദി മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ, ഫിലമെൻ്റസ്, ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ ഫോംസ് ഓഫ് ആൽഗെ. ഇങ്ങനെ പല എൻവിയോൺമെൻറ്റിൽ കാണപ്പെടുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് നമ്മൾ ഈ പറയുന്ന ഫോട്ടോസിന്തറ്റിക്കലി ഓട്ടോട്രോഫിക് ആയിട്ടുള്ള സയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇവിടെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞു കൊളോണിയലായിട്ട്, കോളനിയായിട്ട്, കൂട്ടമായിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ദ കൊളോണിയൽ ഫോംസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ എ ജെലാറ്റിനസ് ഷീത്ത്. ഈ പറയുന്ന സയാനോ ബാക്ടീരിയങ്ങളിൽ കൊളോണിയൽ ഫോമായിട്ട്, കോളനിയായിട്ട്, കൂട്ടമായിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയങ്ങളെ അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ജെല്ല് പോലുള്ള ഒരു ഷീത്ത് കാണപ്പെടുന്നുണ്ട്, കവറിങ് കാണപ്പെടുന്നുണ്ട്, ജെൽ ലൈക്ക് ഷീത്ത്, പറഞ്ഞ ഒരു മ്യൂസിലേജ് ഷീത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കൊളോണിയൽ ഫോംസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു മ്യൂസിലേജ് ഷീത്ത് കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല ദേ ഹാവ് ദ എബിലിറ്റി ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നീലഹരിത ആൽഗകൾക്ക് അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കാനുള്ള കഴിവുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അത് മനസ്സിലാക്കുക. The bacteria, they have the ability to fix atmospheric nitrogen with the help of എന്തിൻ്റെ സഹായത്തോടു കൂടി some of the specialized cells. അതിൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ചില പ്രത്യേകമായിട്ടുള്ള സെല്ലുകളുടെ സഹായത്തോടു കൂടി അതിന് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ്റെ ഫിക്സേഷൻ, അതായത് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റാനുള്ള, സ്ഥിരീകരണം നടത്താനുള്ള കഴിവുണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിനെ നമ്മൾ വിളിക്കും ഹെറ്ററോസിസ്റ്റ് എന്നാണ്. HETEROCYST, ഹെറ്ററോസിസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, ദ കൊളോണിയൽ ഫോംസ് ആർ യൂഷ്വലി സറൗണ്ടഡ് ബൈ എ മ്യൂസിലേജ് ഷീത്ത്. കൊളോണിയൽ ഫോംസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു മ്യൂസിലേജ് ഷീത്ത് കാണപ്പെടുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ ഹാവ് ദ എബിലിറ്റി ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. സം ഓഫ് ദം ഹാവ് ദ എബിലിറ്റി ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെറ്ററോസിസ്റ്റ്. മറന്നു പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഹെറ്ററോസിസ്റ്റ്. അതായത് ഇതിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ്റെ ഫിക്സേഷന് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. മനസ്സിലായല്ലോ? അതിന് എക്സാമ്പിൾ ഓർമ്മിക്കുക. നോസ്റ്റോക്ക്, അതുപോലെ അനബീന, ANABAENA, അനബീന എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ യു ബാക്ടീരിയ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ യു ബാക്ടീരിയകളെ കുറിച്ച് പറഞ്ഞത്? പോയിന്റ് നമ്പർ 1, they are the true bacteria and they are characterized by the presence of a rigid cell wall and a flagellum. ഒരു കണ്ടീഷൻ പറഞ്ഞത് എന്താണ്? ഇഫ് മോട്ടൈൽ. ദെൻ അടുത്തെന്താ പറഞ്ഞത്? ദേ ഹാവ് ക്ലോറോഫിൽ എ സിമിലർ പിഗ്മെൻറ്റ് ടു ഗ്രീൻ പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? ഫോട്ടോസിന്തറ്റിക്കലി ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദേ മേ ബി യൂണിസെല്ലുലാർ, അതുപോലെ കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്, ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ ഫോംസ് ഓഫ് ആൽഗെ, അല്ലേ? അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ഓഫ് എൻവിയോൺമെൻറ്റ്സിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? ദ കൊളോണിയൽ ഫോംസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ എ ജെലാറ്റിനസ് ഷീറ്റ്. കൊളോണിയൽ ഫോംസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ജെലാറ്റിനസ് ഷീറ്റ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സം ഓഫ് ദം ഹാവ് ദ എബിലിറ്റി ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെറ്ററോസിസ്റ്റ്. ആ സ്പെഷ്യലൈസ്ഡ് സെൽസിനെ വിളിക്കുന്ന പേര് ഹെറ്ററോസിസ്റ്റ് എന്നാണ്. എക്സാമ്പിളും പറഞ്ഞു. ഏതൊക്കെയാണ്? നോസ്റ്റോക്ക് ആൻഡ് അനബീന. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ഓട്ടോട്രോഫിക് ബാക്ടീരിയകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് കീമോസിന്തറ്റിക് ആട്ടോട്രോഫിക് ബാക്ടീരിയ. നമ്മൾ മലയാളത്തിൽ പറയും രാസസംശ്ലേഷക ബാക്ടീരിയകൾ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ, ദേ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. അതായത് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള നൈട്രൈറ്റ്സ്, അമോണിയ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. ദേ ഓക്സിഡൈസസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ ആൻഡ് ദ റിലീസ്ഡ് എനർജി, അതിൻ്റെ ഫലമായിട്ട് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ എന്ത് ചെയ്യുന്നുണ്ട്? ATP പ്രൊഡക്ഷൻ, അതായത് അതിൻ്റെ ബാക്കിയുള്ള എനർജി കൺസംഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അഡീഷണൽ ആയിട്ട് ഓർമ്മിക്കുക. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ദി കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഓക്സിഡൈസസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ ആൻഡ് ദ റിലീസ്ഡ് എനർജി ഈസ് യൂസ്ഡ് ഫോർ ദിയർ ATP പ്രൊഡക്ഷൻ. മനസ്സിലായില്ല? അപ്പോൾ ഇത്രയുമാണ്
ഓട്ടോട്രോഫിക് ബാക്ടീരിയങ്ങളെക്കുറിച്ച് പറയുന്നത്, യു ബാക്ടീരിയയെക്കുറിച്ചും ഓട്ടോട്രോഫിക് ബാക്ടീരിയങ്ങളെക്കുറിച്ചും പറയുന്നത്. ഈ ബാക്ടീരിയങ്ങൾ ഓട്ടോട്രോഫിക് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ സം ഓഫ് ദ ബാക്ടീരിയ ആർ ഹെറ്ററോട്രോഫിക്. ഞാൻ ആദ്യമേ പറഞ്ഞു ചിലത് പരപോഷിതങ്ങളാണ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള പിന്നെന്താണ് മറ്റുള്ളവയെ ആശ്രയിച്ച് കാണപ്പെടുന്ന ബാക്ടീരിയങ്ങളും കാണുന്നുണ്ട്. അതിനെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്നാണ്. ഇനി എന്താണ് ഈ പറയുന്ന ബാക്ടീരിയങ്ങളുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബാക്ടീരിയ? ഈ ബാക്ടീരിയകൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സാധാരണ ബാക്ടീരിയ എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഹാവ് ദ എബിലിറ്റി ടു കോസ് ഡിസീസസ് എന്നാണ് പറയുന്നത് അല്ലേ. എന്നാൽ ഈ ബാക്ടീരിയങ്ങളെ കൊണ്ട് ചില ഉപയോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ് ബാക്ടീരിയങ്ങളെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ? പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ആർ യൂസ്ഫുൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കർഡ് ഫ്രം മിൽക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പാല് തൈരാക്കാൻ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. So the bacteria are helpful for the production of curd from milk. അത് ഒന്നാമത്തെ പോയിന്റ് ആണ്. അതുപോലെ രണ്ടാമത് നമ്മൾ പറയുന്നുണ്ട് സം ഓഫ് ദ ബാക്ടീരിയ ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ചില ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ദേ ഹാവ് ദ എബിലിറ്റി ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷനുള്ള എബിലിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് യൂസ്ഫുൾ എഫക്ട്സ് ബാക്ടീരിയങ്ങളെ കൊണ്ട് ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഹാംഫുൾ എഫക്റ്റ് എന്താണ്? സം ഓഫ് ദ പാത്തോജനിക് ബാക്ടീരിയ ദേ ഹാവ് ദ എബിലിറ്റി ടു കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. മനുഷ്യനിലും മറ്റുള്ള ഓർഗാനിസംസിലുമൊക്കെ ഡിസീസസ് ഉണ്ടാക്കുന്ന ടൈപ്പ് ബാക്ടീരിയങ്ങളും സാധാരണ ഉണ്ട്. അപ്പോൾ ബോത്ത് യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ എഫക്ട്സ്. ചില ബാക്ടീരിയങ്ങളെ കൊണ്ട് യൂസ്ഫുൾ എഫക്റ്റ് ആണ്, ചില ബാക്ടീരിയങ്ങളെ കൊണ്ട് ഹാംഫുൾ എഫക്റ്റ് ആണ് സാധാരണയായിട്ട് ഉള്ളത്. മനസ്സിലായല്ലോ? ഈ ബാക്ടീരിയങ്ങൾ അടുത്ത് നമ്മൾ പറയുന്ന ബാക്ടീരിയങ്ങളിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ മെക്കാനിസത്തെക്കുറിച്ചാണ്. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ലോവർ കാറ്റഗറി ഓഫ് ഓർഗാനിസമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ മറ്റുള്ള ഓർഗാനിസംസിൽ കാണപ്പെടുന്ന പോലെയുള്ള ഒരു ഹൈലി ഇലാബറേറ്റഡ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ മെക്കാനിസം ഒന്നും ബാക്ടീരിയയിൽ കാണപ്പെടണം എന്നില്ല. ബാക്ടീരിയയിൽ പ്രധാനമായിട്ട് നടക്കുന്ന റീപ്രൊഡക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ മീൻസ് ഓഫ് എ പ്രോസസ് കോൾഡ് ഫിഷൻ. ബാക്ടീരിയൽ ഫിഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടിൽ നിന്ന് രണ്ട് പുതിയ ബാക്ടീരിയൽ സെല്ല് ഫോം ചെയ്യുന്നു. സിമ്പിൾ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ മെക്കാനിസം. സോ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ മീൻസ് ഓഫ് എ പ്രോസസ് കോൾഡ് ഫിഷൻ. ബാക്ടീരിയൽ ഫിഷൻ എന്നാണ് പറയുന്നത്. അത് നോർമൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ മെക്കാനിസം. എന്നാൽ സംടൈംസ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദ പ്രൊഡ്യൂസ് സം ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് സ്പോർസ്, ഹൈലി റെസിസ്റ്റൻറ്റ് സ്പോർസ്. നമ്മളതിനെ എൻഡോസ്പോറുകൾ എന്ന് പറയും. പിന്നീട് വിശദമായിട്ട് പഠിക്കുക അതിനെക്കുറിച്ച്. തൽക്കാലം അതെന്താണെന്ന് മാത്രം അറിയാം. ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ബാക്ടീരിയ പ്രൊഡ്യൂസ് സം ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് സ്പോർസ്. ചില പ്രത്യേകമായിട്ടുള്ള ചില റെസിസ്റ്റൻറ്റ് സ്പോർസ്, എൻഡോസ്പോറുകൾ പോലെയുള്ള ചില റെസിസ്റ്റൻറ്റ് സ്പോർസ് ഫോം ചെയ്യും. നോർമലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഫിഷനാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സംടൈംസ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ മീൻസ് ഓഫ് ഹൈലി റെസിസ്റ്റൻറ്റ് സ്പോർസ്. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഇനി ഇതുകൂടാതെ തന്നെ ബാക്ടീരിയ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ കാണപ്പെടുന്നതാണ്. പക്ഷേ ബാക്ടീരിയയിൽ നടക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രം വൺ ബാക്ടീരിയം. ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഒരു ബാക്ടീരിയത്തിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ശരിക്കും അവിടെ നമ്മൾ നേക്കഡ് DNA എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസം ആയതുകൊണ്ട് ഇതിനെ കവർ ചെയ്തുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള മെംബ്രെയിൻ ഒന്നും കാണപ്പെടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. So during sexual reproduction the transfer of naked DNA from one bacterium to another, ഒരു ബാക്ടീരിയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് naked DNA ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ മെക്കാനിസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ മീൻസ് ഓഫ് എ പ്രോസസ് കോൾഡ് ഫിഷൻ. അതായത് ബാക്ടീരിയൽ സെൽ ഡിവൈഡ്സ് അല്ലെ, സെൽ ഡിവൈഡ് ചെയ്ത് ഒന്ന് രണ്ടായിട്ട് മാറിയിട്ട് രണ്ട് ബാക്ടീരിയൽ സെൽസ് ആയിട്ട് ഫോം ചെയ്യും. ഇനി രണ്ടാമത്തെ എന്താണ്? ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ദേ പ്രൊഡ്യൂസ് ഹൈലി റെസിസ്റ്റൻറ്റ് സ്പോർസ് ലൈക്ക് എൻഡോസ്പോർ. അതായത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ റെസിസ്റ്റൻറ്റ് സ്പോർസ്, അതായത് ഹൈലി റെസിസ്റ്റൻറ്റ് സ്പോർസ് ആയിട്ടുള്ള എൻഡോസ്പോറുകൾ പോലുള്ള സ്പോർസ് ഫോം ചെയ്യും. അത് പിന്നീട് കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോൾ ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ എന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് നേക്കഡ് DNA ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. അപ്പോൾ ഇത്രയുമാണ് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് കിങ്ഡം മൊണീറയിൽ പഠിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പഠിച്ച് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നിർത്തുകയാണ്. അതായത് ഒരു കാര്യം കൂടെ ആകുമ്പോൾ കിങ്ഡം മൊണീറ കഴിയും. എന്താണെന്ന് വെച്ചാൽ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണത് മൈക്കോപ്ലാസ്മ എന്ന് പറയും. മൈക്കോപ്ലാസ്മ, MYCOPLASMA, മൈക്കോപ്ലാസ്മ, അല്ലെങ്കിൽ നമ്മളതിനെ പറയുന്നത് PPLO എന്നാണ്. PPLO. എന്താണ് PPLO എന്ന് വെച്ചാൽ
പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. മൈക്കോപ്ലാസ്മ ഓർ PPLO, പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. എന്താണ് PPLO ഓർ മൈക്കോപ്ലാസ്മ എന്ന് ചോദിച്ചാൽ, ദ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം or the smallest living cell which can survive in absence of oxygen. ഓക്സിജൻ്റെ ആബ്സെൻസിന് സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ് എന്തെന്ന് പറയുന്നത്, മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മാത്രമല്ല ദീസ് ഓർഗാനിസംസ് ദേ കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ. ഇതിന് ഒരു കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും അവിടെ എന്തില്ല, സെൽ വോൾ ഇല്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ പൂർണ്ണമായും സെൽ വോൾ ഇല്ലാത്തതും ഓക്സിജൻ്റെ ആബ്സെൻസിന് സർവൈവ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഏറ്റവും ചെറിയ ഓർഗാനിസംസ്, ഏറ്റവും ചെറിയ ലിവിങ് സെൽസ് ആണ് എന്തെന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ. മനസ്സിലായല്ലോ. മൈക്കോപ്ലാസ്മ ആർ ദ ഓർഗാനിസംസ് വിച്ച് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ ആൻഡ് ഓൾസോ ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് വിച്ച് ക്യാൻ സർവൈവ് ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ദേ ആർ അതർവൈസ് കോൾഡ് PPLO, പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. മനസ്സിലായല്ലോ. ഇതിനെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടാറുണ്ട്. കാരണം ഇവിടെ സെൽ വോൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ ക്യാൻ ഈസിലി ഒബ്റ്റെയിൻ വേരിയസ് ഷേപ്പ്, പല ഷേപ്പുകളിൽ പല ഫോംസിലേക്ക് ഇതിന് പെട്ടെന്ന് മാറാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാൽ അറിഞ്ഞിരിക്കുക. അതിനെ പറയുന്ന ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജിക്കൽ പാർക്ക് എന്നാണ്. jokers of microbiological park. So mycoplasma are the organisms which completely lack a cell wall and also they are the smallest living cells which can survive in absence of oxygen. Due to the lack of cell wall they can easily obtain various shapes. അല്ലേ, സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ഷേപ്പും പെട്ടെന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അറിയപ്പെടുന്നത് എന്തെന്നാണ്, ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജിക്കൽ പാർക്ക് എന്നാണ്. ഇനി മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ പാത്തോജനിക് ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ ഡിസീസസ് ഉണ്ടാക്കാൻ കഴിയുന്ന പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള കിങ്ഡം മൊണീറയെ കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ക്ലിയർ ചെയ്യുക. എന്താണ് കിങ്ഡം മൊണീറ, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.